إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിന്റെ ശർഹ് ഓടുകൂടിയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസുകളിലായി 3 അടിസ്ഥാന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസുകളിൽ വിശദീകരിച്ചത്. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ദീനുൽ ഇസ്ലാമിനെക്കുറിച്ചും പഠിക്കുക. രണ്ടാമത്തത്, അതനുസരിച്ച് പ്രവർത്തിക്കുക. 3, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. 4, ദഅവത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കുക. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കി. ഈ 4 കാര്യങ്ങൾ ഒരു മുസ്ലിം മനസ്സിലാക്കലും പ്രവർത്തിക്കലും അനിവാര്യമാണ് എന്നതിനുള്ള തെളിവാണ് ഇനി പറയുന്നത്. വദ്ദലീലു ഖൗലുഹു തആല വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സൂറത്തുൽ അസ്ർ ഈ ഒരു അധ്യായത്തിൽ വളരെ ചെറിയ 3 ആയത്തുകളിൽ ഓരോ ആളുകളും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട അനിവാര്യമായ ഈ 4 വിഷയങ്ങൾക്കുള്ള തെളിവുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഇതിന്റെ അർത്ഥം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പരസ്പരം ഹക്ക് കൊണ്ട് വസിയത്ത് നടത്തുകയും ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ മനുഷ്യരെല്ലാം തീർച്ചയായും നഷ്ടത്തിൽ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ ഈ ആയത്തുകളുടെ അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ അർത്ഥം. ഇപ്പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് തെളിവുണ്ട് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. എങ്ങനെയാണതിൽ തെളിവുണ്ടാകുന്നത്? അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇനി വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അറിവ് നേടുക എന്നതാണ്. എന്താണ് അറിവെന്നും അറിവിന്റെ 2 ഇനങ്ങളും അതിന്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ദീനുൽ ഇസ്ലാമിനെക്കുറിച്ചും പഠിക്കുക, അതാണ് അറിവ് നേടൽ. അതിനിവിടെ എന്താ തെളിവ്? വൽ അസ്ർ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. ആ വിശ്വസിച്ചവരൊഴികെ എന്ന് പറഞ്ഞതിൽ അറിവ് തേടൽ അനിവാര്യമാണ് എന്നതിന് തെളിവുണ്ട്. കാരണം അറിവില്ലാത്ത ഒരാൾക്ക് വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എന്താണ് വിശ്വസിക്കേണ്ടത്, എന്തിലാണ് വിശ്വസിക്കേണ്ടത്, എന്തുകൊണ്ട് വിശ്വസിക്കണം, വിശ്വസിക്കാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ആൾക്കേ വിശ്വാസമുണ്ടാവുകയുള്ളൂ. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അള്ളാഹും റസൂലും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് വിശ്വസിക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? അറിവുണ്ടാകണം. അപ്പൊ വിശ്വസിച്ചവർ എന്ന് പറഞ്ഞതിൽ നിന്ന് പഠിക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, പഠിച്ച കാര്യം പ്രവർത്തിക്കുക എന്നതാണ്. അത് വ്യക്തമായി തന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി തോന്നിയതല്ല. നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അമലുൻ സ്വാലിഹ്, സൽക്കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു റസൂലും കൽപ്പിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ അല്ലെങ്കിൽ പ്രവർത്തിച്ചോ മാതൃകയാക്കി തന്ന വിഷയങ്ങളെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് പരലോകത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക. അതാണ് അമലുസ് സാലിഹ്. ദീന്റെ കൽപ്പനയുണ്ടാകണം, നബിയുടെ മാതൃകയുണ്ടാകണം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കണം.
അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ അമലു സാലിഹാവുകയുള്ളൂ. ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്, ഞാൻ ആ ഒരു വാചകത്തിൽ ചുരുക്കിയതാണ്. അപ്പോ പഠിക്കുക, പഠിച്ചതനുസരിച്ച് ദീനീ കാര്യങ്ങൾ പ്രവർത്തിക്കുക. നാലാമത്തേത് വതവാസോ ബിൽ ഹഖി, ഹക്ക് കൊണ്ട്, സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക, പരസ്പരം ഉപദേശിക്കുക. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചുള്ള ഉപദേശമാണ്, സാധാരണ ഉപദേശമല്ല വസിയത്ത്. ഇത് നമ്മൾ നേരത്തെ കശ്ഫ് ശുബ്ഹാത്തില് പറഞ്ഞു പോയിട്ടുണ്ട് എന്താണ് വസിയത്ത്. അപ്പൊ ഇവിടെ എന്താ? തവാസൗ ബിൽ ഹഖി, ഹക്ക് കൊണ്ട് പരസ്പരം ഗൗരവത്തോടുകൂടിയുള്ള ഉപദേശം നടത്തുക. നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിലേക്ക്, എന്തിൽ വിശ്വസിച്ചുവോ അതിലേക്കും, എന്താണ് പ്രവർത്തിക്കുന്നത് അതിലേക്കും മറ്റു ജനങ്ങളെ ക്ഷണിക്കുക. അപ്പോൾ തവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷണിക്കലായി, ദഅവത്തായി. നാലാമത്തെ കാര്യം തവാസൗ ബിസ് സബ്ർ, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ദഅവത്ത് നടത്തുകയും ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കണം. അതിവിടെ പറഞ്ഞു തവാസൗ ബിസ് സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഈ മുന്നേ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷമങ്ങളിൽ ക്ഷമ അവലംബിക്കുക. ക്ഷമിച്ചാൽ മാത്രം പോരാ, മറ്റുള്ള ആളുകളോട് ക്ഷമിക്കാനും പറയണം. ഏത്? വിശ്വാസത്തിലും കർമ്മത്തിലും ദഅവത്ത് നടത്തുന്നതിലും ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കണം, സഹിക്കണം. അത് സഹിച്ചും ക്ഷമിച്ചും ഇതിൽ ഉറച്ചു നിൽക്കണം. ഇട്ടെറിഞ്ഞ് പോകാൻ പാടില്ല, ക്ഷമകേട് കാണിക്കരുത് എന്നൊക്കെ സ്വയം ഉൾക്കൊള്ളുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുക, ക്ഷമിക്കണമെന്ന്. അപ്പോ നേരത്തെ നമ്മൾ 2 ക്ലാസ്സുകളിലായി പറഞ്ഞു പോയ 4 കാര്യങ്ങൾക്ക് ഈ ഒരു ചെറിയ സൂറത്തിൽ തെളിവുണ്ട് എന്നതാണ്. നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്, ഓതിപ്പോകാറുണ്ട്. പക്ഷെ ഈ അർത്ഥത്തിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു 4 കാര്യങ്ങൾക്കുള്ള തെളിവ് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ സൂറത്തിനെ സംബന്ധിച്ച് വൽ അസ്ർ, അവിടെ 2 പദങ്ങളുണ്ട്. ഒന്ന് വാവ്, രണ്ടാമത്തത് അൽ അസ്ർ. വാവ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഇവിടെ സത്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. നമ്മൾ വല്ലാഹി എന്ന് പറയും. വാവും അള്ളാഹുവും അത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ എന്തായി? വല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് സത്യം. അപ്പൊ അവിടെ വാവ് ഖസമിന്റെ ഉപകരണമാണ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഇവിടെ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇത് വല്ലാഹി എന്ന് പറയുന്നത് പോലെ വൽ അസ്ർ, അള്ളാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ഇവിടെ അള്ളാഹു കാലത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു. അസ്ർ എന്ന് പറഞ്ഞാൽ കാലം, അതായത് സമയങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് കാലങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യൻ കടന്നു പോകുന്നത്, അവൻ ജനിച്ചത്, അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ മരിക്കുന്നത്, ഇതൊക്കെ സമയവും കാലവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന് മാത്രമല്ല, എല്ലാ സൃഷ്ടികൾക്ക് കാലമുണ്ട്, സമയമുണ്ട്. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണക്കാക്കുന്ന കാലവും സമയവും അള്ളാഹ്ക്ക് ബാധകമല്ല. അപ്പോ കാലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യും. എന്നാൽ സൃഷ്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. ഇനി അള്ളാഹു അവന്റെ സൃഷ്ടികളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും സത്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ ചില പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ വൽ അസ്ർ, കാലം എന്ന് പറഞ്ഞത് തന്നെ വല്ലുഹ, ലുഹ സമയം, അതുപോലെ തന്നെ സമയവുമായി ബന്ധപ്പെട്ട രാവ് പകലുകൾ, പിന്നെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അതല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും സത്യം ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. ഒരു പ്രധാനപ്പെട്ട സംഗതിയെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. ഇത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസമാണ്. സൃഷ്ടാവിന് സൃഷ്ടികളുടെ പേരിൽ സത്യം ചെയ്യാം, സൃഷ്ടികൾക്ക് സൃഷ്ടാവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത്, അള്ളാഹു സത്യം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചായിരിക്കും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയത്തിലുമായിരിക്കും. സൃഷ്ടികൾ സൃഷ്ടാവിനെ അല്ലാത്ത മറ്റെന്തെങ്കിലും, അതായത് സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്താൽ അത് തൗഹീദിനെതിരാണ്, ശിർക്കാണ്. ഇത് നേരത്തെ ഉസൂലു സലാത്തിന്റെ ചില വിശദീകരണങ്ങൾ വന്നുപോയിട്ടുണ്ട്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ വ അശ്റക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ തീർച്ചയായും കാഫറായിരിക്കുന്നു, അല്ലെങ്കിൽ മുശ്രിക്കായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ശിർക്കാണ്. ഇനി
വലിയ ശിർക്കുമായിത്തീരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ അത് വിശദീകരിക്കില്ല. മൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ, അല്ലേ മിണ്ടായിക്കട്ടെ. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യാതിരിക്കുക. ഇനി എപ്പോഴൊക്കെ സത്യം ചെയ്യണം, എന്തിനൊക്കെ സത്യം ചെയ്യാം, എന്തിന് സത്യം ചെയ്തുകൂടാ, കണ്ടതിനൊക്കെ സത്യം ചെയ്യാമോ, അതൊക്കെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാലത്തെ കൊണ്ട് സത്യം ചെയ്തതിൽ ഒരു ഗുണപാഠമുണ്ട്. മനുഷ്യന്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിഷയത്തിലാണ് അള്ളാഹു കാലത്തെ പിടിച്ച് സത്യം ചെയ്തത്. കാരണം കാലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാവും പകലും അടങ്ങിയതാണ്. അതാണ് സമയം എന്ന് പറയുന്നത്. രാവും പകലും കൂടിച്ചേർന്ന് ദിവസങ്ങൾ ഉണ്ടാകുന്നു, ദിവസം കൂടിച്ചേർന്ന് ആഴ്ചകൾ ഉണ്ടാകുന്നു, മാസങ്ങൾ ഉണ്ടാകുന്നു, കൊല്ലങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ കാലമായി മാറുന്നു. അപ്പൊ ഈ രാവും പകലും ഇല്ലാത്ത ഒരു കാലമില്ല, ഒരു സമയമില്ല. പിന്നെ ഇവിടെ ശൈഖ് പറയുന്നത് ഒന്നിനെ എടുക്കുന്നു. അതായത് എല്ലാ കാലത്തും രാവും പകലും 12 മണിക്കൂറല്ല. രാവിന്റെയും പകലിന്റെയും സമയത്തിൽ വേനൽക്കാലത്ത് ചൂടുകാലത്തുമായി സമയ ദൈർഘ്യവും സമയക്കുറവുണ്ടാവും. ചില കാലത്ത് വേനൽക്കാലത്ത് പകല് കൂടുതലായിരിക്കും, തണുപ്പ് കാലത്ത് രാത്രി കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ഒന്നിനെ പിടിക്കുന്നു എന്നാണ് ഇവിടെ ശൈഖ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുന്നു. അത് ആര് നിശ്ചയിച്ചതാണ്? അള്ളാഹു നിശ്ചയിച്ചതാണ്. പിന്നെ അള്ളാഹു നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണ് ഈ രാവും പകലും സമയങ്ങളുമൊക്കെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു അത്ഭുതമുള്ള സൃഷ്ടിയാണ് സമയം, കാലം എന്ന് പറയുന്നത്. അതൊരിക്കലും ആ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്ന് മാറുകയോ വ്യത്യാസപ്പെടുകയില്ല. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യന് കാലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. കാലത്തിലൂടെ അല്ലാതെ ലോകത്ത് ഒരു സംഭവവും, ഒരു ദുരന്തവും, ഒരു ദുരിതവും, ഒരു വിപത്തും, ഒരു നിയമത്തും, ഒരു ഖൈറും കടന്നു പോകുന്നില്ല. ഇതൊക്കെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അള്ളാഹുവിന്റെ കഴിവും മഹത്വങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. രാവും പകലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള സന്ദർഭമാണ്, അവന്റെ ജോലികൾക്കുള്ള സമയമാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദക്കറ വഅറാദ ശുക്കൂറ, സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാർ, അള്ളാഹു അവൻ ആരാണ്? രാവിനെയും പകലിനെയും ആക്കിയവനാണ്. ഖിൽഫത്തൻ, ഖിൽഫത്തൻ എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്നത് എന്നാണ്. എന്നാൽ പകല് പോയാൽ രാത്രി വരും, രാത്രി പോയാൽ പകല് വരും. അപ്പോ രണ്ടും കുറേ കാലം പകലും കുറേ കാലം രാത്രിയുമല്ല, രാവും പകലും മാറി മാറി വരുന്ന, ഒന്നിന് പിറകെ മറ്റൊന്നായി വരുന്നത്. അതാണ് ഖിൽഫ. ഇപ്പോ ഖലീഫ, ഖൽഫ് എന്ന് പറഞ്ഞാൽ പിറകെ, ഖലഫ എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ വരിക എന്നൊക്കെയാണ്. അപ്പൊ ഖിൽഫത്ത് എന്ന് പറഞ്ഞാൽ രാവും പകലും മാറി മാറി ഒന്നിന് പിറകെ മറ്റൊന്നായി. ഇങ്ങനെ നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒന്നിനെ പിന്തുടരുന്നുവെന്നും ഇതൊക്കെ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ആ രാവും പകലിലെ മാറ്റത്തെ സംബന്ധിച്ച്. അപ്പൊ ഇതൊക്കെ ചെയ്തത് ആരാ? അവരാകുന്നു അള്ളാഹു. ഇനി എന്തിനാണ് രാവിനെയും പകലിനെയും ഒന്നിന് പിറകെ മറ്റൊന്നായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതായി നിശ്ചയിച്ചത്? ലിമൻ അറാദ അൻ യദക്കറ ഔ അറാദ ശുക്കൂറ. ഈ രാവും പകലും അതുപോലെ തന്നെ രാവിനെയും പകലിനെയും കൃത്യമായ സമയബന്ധമായി മാറി ഒന്നിന് പിറകെ മറ്റൊന്നായി വ്യവസ്ഥാപിതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലിമൻ അറാദ അൻ യദക്കറ, അള്ളാഹുവിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാകുന്നു. അപ്പൊ രാവും പകലും ഉണ്ടാക്കിയത് മാത്രമല്ല, രാവും പകലും കൃത്യമായി വ്യവസ്ഥാപിതമായി ഒന്നിന് പിറകെ മറ്റൊന്നായി വരുന്ന അവസ്ഥയിൽ അള്ളാഹു സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാ? ലിമൻ അറാദ അൻ യദക്കർ, ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു. അപ്പൊ എന്താ, നമ്മൾ ശരിക്കും രാവിനെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, ആയുസിനെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് ചിന്തിക്കണം. ആ ചിന്തിക്കുന്നവർക്കാണ് എന്താക്കാൻ പറ്റുക? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ പറ്റുക. ഓരോ ദിവസം, ഓരോ സെക്കൻഡ്, ഓരോ സമയം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു. ഇതെനിക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്. പിന്നെന്താ പറയണത്? ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ ഈ സമയം, കാലം
രാവ്, പകല് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയാകുന്നു. അപ്പൊ ശരിക്ക് സമയം എന്തിനാണ്? ഓരോ സെക്കൻഡും എന്തിനാണ്? അത് വെറും ദുനിയാവിന് വേണ്ടിയല്ല. യദ്ദക്കർ ഔ അറാദ ശുക്കൂറ. ഇനി ചില ഖിറാഅത്ത്, ചില സ്ഥലങ്ങളിൽ സാധാരണ നമ്മൾ കേട്ടുവരുന്നതിൽ വ്യത്യസ്തമായ ഖിറാഅത്തുകൾ ഉണ്ടാവും. 7 ഖിറാഅത്ത്, 7 ഓത്ത് ഒക്കെ നമ്മൾ കേൾക്കണ്ടല്ലോ. അങ്ങനെ ഓരോന്നിനും വേറെ വേറെ മുസ്ഹഫുകളുണ്ട്. അപ്പൊ ഇവിടെ ഐ യദ്ദക്കറ എന്നുള്ളിടത്ത് ചില ഖിറാഅത്തിൽ ലിമൻ അറാദ ഐ യദ്കുറ, അള്ളാഹുവിനെ ഓർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നുണ്ട്. അപ്പൊ ഈ യദ്ദക്കറ എന്നുണ്ട്, ഐ യദ്കുറ എന്നും ഖുർആന്റെ ഖിറാഅത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവ് പകല് എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന വലിയൊരു സമ്പാദ്യമാണ് രാവും പകലും. കാരണം അത് സമ്പാദിക്കാവുന്ന സമയമാണ്. രാത്രിയിൽ അള്ളാഹുവിനെ ആരാധിച്ച് നേടിയെടുക്കാം, പകലിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അത് നേട്ടമാക്കാം. അപ്പൊ അത് ഉപയോഗപ്പെടുത്തണം. അവിടെ ലിമനിസ്തഹല്ലഹുമ, ഈ രാവും പകലും ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ മനുഷ്യന് പ്രവർത്തിക്കാവുന്ന മേഖലയുമാണ്. കാരണം രാവും പകലുമല്ലാതെ മറ്റൊരു അവസരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ രാവും പകലും മനുഷ്യന് പ്രവർത്തിക്കുവാനും സമ്പാദിക്കുവാനും, എന്തിന്? നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് സമ്പാദിക്കാൻ, ദുനിയാവിന് വേണ്ടിയും പരലോകത്തിന് വേണ്ടിയും. കാരണം ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാനുള്ളതും രാവും പകലുമാണ്, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സമയവും രാവും പകലുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാധാന്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തെ അല്ലെങ്കിൽ കാലത്തെ പിടിച്ച് സത്യം ചെയ്തിട്ടുള്ളത്. കാരണം മനുഷ്യനുമായി നിരന്തരം ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഒരു സെക്കൻഡ് പോലും മനുഷ്യനിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ഒരു കാര്യമാണ് കാലം. അപ്പൊ ഏത് അവസരത്തിലും ചിന്തിക്കാൻ വേണ്ടി ആ കാലത്തെ, മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ സെക്കൻഡും അടങ്ങുന്ന കാലത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുമ്പോൾ അതിന് ഒരു പ്രസ്താവന ഉണ്ടാവും. എന്തിനാണെങ്കിലും നമ്മളിപ്പോൾ അള്ളാന്റെ പേരിൽ സത്യം ചെയ്യാൻ, സത്യം ചെയ്ത് വെറുതെ സത്യം തരല്ലോ, സത്യം ചെയ്ത് ഇന്ന കാര്യം ഒന്നുകിൽ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഇല്ലെന്ന് സ്ഥാപിക്കാൻ. അപ്പൊ സത്യം ചെയ്ത് പറയപ്പെടുന്ന ഒരു പ്രസ്താവന അതിന്റെ പിന്നിലുണ്ടാവും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാലത്തെ പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള പ്രസ്താവന എന്താണ്? അതതിന്റെ ബാക്കി പറയുന്ന 2 ആയത്തുകളെ, ഇന്നൽ ഇൻസാന ലഫീ ഖുസൂർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇനി ഇവിടെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാരൊക്കെയോ എല്ലാ മനുഷ്യരിൽപ്പെട്ടു. ആദം നബി മുതൽ ലോകാവസാനം വരെ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യന്മാരും അതിൽ ഉൾപ്പെടുന്നു. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനെ കുറിച്ച് മാത്രമല്ല, ഏതൊരു മനുഷ്യനും. അപ്പൊ അതിൽ രാജാക്കന്മാർ പെടും, ഭരണാധികാരികൾ പെടും, പ്രജകൾ പെടും, ധനികന്മാർ പെടും, ദരിദ്രന്മാർ പെടും, ആണ് പെടും, പെണ്ണ് പെടും, സ്വതന്ത്രൻ പെടും, അടിമ പെടും. എല്ലാ ആളുകളും, എല്ലാ മനുഷ്യന്മാരും, ഒരു മനുഷ്യനും ലോകത്ത് ബാക്കിയില്ല. ലഫീ ഖുസ്ർ, അവൻ നഷ്ടത്തിലാണ്. അപ്പൊ എല്ലാ മനുഷ്യരെയും ആ മനുഷ്യൻ കടന്നുപോകുന്ന കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്ത് ഇവിടെ പ്രസ്താവിക്കുന്നു. എന്നൊരു ശൈഖ് പറയാൻ, മനുഷ്യനെ കുറിച്ച് എന്താ അള്ളാഹു പറയുന്നത്? നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമോ, അല്ലെങ്കിൽ ഓരോ സമയവും എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമോ അതിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താത്തവരൊക്കെ നഷ്ടത്തിലാണ്. അപ്പൊ കാലത്തെ ശരിയായി ഉപയോഗപ്പെടുത്താത്തവരൊക്കെ നഷ്ടത്തിലാകുന്നു. അപ്പൊ കാലത്തെ ശരിയായി ഉപയോഗപ്പെടുത്തൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി ജീവിക്കാനാണ് കാലത്തെ ഒരുത്തൻ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അവൻ നഷ്ടത്തിലാണ്. എന്നാൽ മനുഷ്യരിൽ അധിക പേരും കാലത്തെ വില കുറഞ്ഞ ഒരു വസ്തുവായി കാണുന്നു. ചില ആളുകൾക്ക് സമയം നീണ്ടുപോകുന്നു. എന്താ വൈകുന്നേരം ആവാത്തത്, എന്താ നേരം വെളുക്കാത്തത്, എന്താ പകല് തീരാത്തത് എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ സമയത്തിന്റെ വില മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്നൊരു ശൈഖ് പറയാൻ, യമല്ലൂൻ, അവർക്ക് സമയം എന്ന് പറഞ്ഞാൽ മടുപ്പാണ്. കാരണം ഒരു പണിയില്ല, പണിയില്ലാത്തവൻ സമയം നീങ്ങൂല. അപ്പൊ അവൻ പറയും, നമുക്ക് നുരീദു ഖത്ലൽ വഖ്ത്, നമുക്ക് സമയത്തെ കൊല്ലാം. നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, സമയം കൊല്ലലാണ്, സമയം കൊല്ലി എന്ന് പറയും. അപ്പൊ ഒരു ഉപകാരമില്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സമയം കൊല്ലുകയാണ്. ഇവിടെ ശൈഖ് പറഞ്ഞതാ, ഒരു പണിയില്ല, അപ്പൊ ഒരു മടുപ്പ്, അപ്പൊ നമുക്ക് സമയത്തെ കൊല്ലാം. കൊല്ലാൻ എന്താ പണി? ദുനിയാവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധമില്ലാത്ത, ദീനിൽ തടയുന്ന വിനോദങ്ങളിലും കാര്യങ്ങളിലും ഏർപ്പെടുക. വേനൽക്കാലത്ത്
നാട്ടിൽ ഇവിടെ ഒരു പണിയില്ല, പഠനമൊക്കെ നിന്നു, സ്കൂൾ മദ്രസൊക്കെ പൂട്ടി, എന്നാൽ പിന്നെ ഒരു ടൂർ പോകാം എന്ന നിലയ്ക്ക് യുസാഫിറൂന ലിൽ ഖാരിജിൽ ഖലായിൽ ഉഴ്ത്തല വൽ വഖ്ത്, സമയവും ഒഴിവുകാലവും ചെലവഴിക്കാൻ വേണ്ടി അവൻ നാടിന്റെ പുറത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നു. ചില ആളുകൾ ചിരിക്കാനും തമാശക്കും വേണ്ടി ചെലവഴിക്കുന്നു. ഈ ആളുകളൊക്കെ സമയത്തെ കൊല്ലുകയാണ്, സമയത്തെ മുറിച്ചു കളയുകയാണ്, സമയത്തെ പാഴാക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ സമയം എന്ന് പറയുന്നത് നഷ്ടവും ഖിയാമത്ത് നാളിൽ അവർക്കത് ഖേദവുമായി തീരും. ഇതാണ് ഇവരുടെ ദൗർഭാഗ്യത്തിന്റെ കാരണം. എന്നാൽ കാലത്തെ ആര് സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നുവോ അവർ സൗഭാഗ്യത്തിന്റെ ആളുകളാണ്. ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താത്തവരൊക്കെ നഷ്ടത്തിൽപ്പെട്ടവരാണ്. അപ്പൊ നഷ്ടം വരാത്ത ആളുകളാരാ? അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവർ സർവ്വ മനുഷ്യരും നഷ്ടത്തിലാകുന്നു. പിന്നെ ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, സുന്നത്തായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും അതിൽപ്പെടും. നിർബന്ധം മാത്രമല്ല സുന്നത്തും. കാരണം ഒക്കെ എന്താണ്? നല്ല കാര്യങ്ങളാണ്, ദീൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവർ പിന്നെ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലുമായി ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമയത്തെ ഉപയോഗപ്പെടുന്നവരാണ്. ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉപകാരപ്രദമായി തീരും. എപ്പോഴും വഫീഹി അജ്റുൻ ഇദാ ഖസദ ബിഹിൽ ഇസ്തിആനത അല ത്വാഅ. ഒരാൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ആ പ്രവൃത്തി കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് ഈ ഭൗതികമായ കാര്യം എനിക്ക് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സഹായകമായി തീരും എന്നുദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ ആ ദുനിയവിയായ പ്രവർത്തനം പോലും അയാൾക്ക് ഗുണകരമായി തീരും. ഒരാൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു. എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? ഭാര്യയ്ക്ക് നൽകേണ്ടെന്ന് ചെലവ് കൊടുക്കണം, മക്കളെ പോറ്റി വളർത്തണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, പിന്നെ സക്കാത്ത് സദക്ക നൽകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദീന്റെ ഫീസബിയിൽ ചെലവാക്കണം. അപ്പൊ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ അധ്വാനിക്കുന്നു. അങ്ങനെ പണിയെടുത്ത് ജോലി ചെയ്ത് കച്ചവടം നടത്തി കൃഷി ചെയ്ത് ഒരാൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇത് ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. പക്ഷെ ആ പ്രവർത്തനം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ്. തിന്നുക, കുടിക്കുക, അതും കൂലിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുത്തൻ തിന്നാതെയും കുടിക്കാനും ഇല്ലെങ്കിൽ ഓ മരിച്ചു. അപ്പൊ അവന്റെ ജീവൻ നിലനിർത്തണം. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. തിന്നാൻ വേണ്ടി ജീവിക്കല്ല, ജീവിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ. അപ്പൊ അതിന് വേണ്ട ഭക്ഷണം കിട്ടണം. അപ്പൊ ആ ഭക്ഷണം ഉണ്ടാകാൻ വേണ്ടി ചെലവിന് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു. അപ്പൊ ആ അധ്വാനവും എന്താണ്? ദീന്റെ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ ആ അധ്വാനത്തിനും കൂലിയുണ്ട്. പിന്നെ വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഉപകാരപ്രദമായ ഇൽമ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ ദഅവത്ത്, അതായത് മനസ്സിലാക്കിയ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ക്ഷണിച്ച് ദായിമാരായി തീരുക, പ്രബോധകന്മാരായി തീരുക. 4-മത്തേത് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ആ ക്ഷമ എന്ന് പറയുന്നത്. ഇനി ഇവിടെയും വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ക്ഷമയുണ്ട്. ഒന്ന് സ്വബറുൻ അലാ ത്വാഅത്തില്ലാഹ്. നമ്മൾ സാധാരണ പറയുന്ന സ്വബർ 3 ഇനമാണ്. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ. കാരണം എന്താ? അവിടെ ശേഖരനെ താഴെ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നത് റെസ്റ്റ് എടുക്കാനും അലസതക്കുമാണ്. പണിയെടുക്കാതെ കുത്തിരിക്കുക, അതാണ് താല്പര്യം. എന്നാൽ ആ മനസ്സിന്റെ താല്പര്യത്തെ തട്ടിമാറ്റി ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പരലോകത്തേക്ക് ഗുണത്തിനു വേണ്ടി സമയത്തെ ഉപയോഗപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? ക്ഷമ ആവശ്യമാണ്. നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, ജിഹാദിന് പോകണം, അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യണം. അപ്പൊ അതിന് ക്ഷമ ആവശ്യമാണ്. അതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക. ആ ക്ഷമല്ലെങ്കിൽ ഈ പറഞ്ഞ അമലൊന്നും ചെയ്യാൻ കഴിയില്ല. 2-മത്തേത് സ്വബറുൻ അൻ മഹാരിമില്ല. അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ക്ഷമ. എന്താ 1-ാമത്തെ 2-ാമത്തെ വ്യത്യാസം?
ഒന്നാമത്തത് ചെയ്യാൻ വേണ്ടി ക്ഷമ കൈക്കൊള്ളുകയാണ്, രണ്ടാമത്തത് ഒഴിവാക്കാൻ വേണ്ടി ക്ഷമ കൈക്കൊള്ളുകയാണ്. ഇപ്പൊ ഒരു കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, നുണ പറയരുത്, ആളുകളെ ദ്രോഹിക്കരുത്, ഇങ്ങനെ വിലക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ മനസ്സ് തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അമ്മാറത്തു ബിസ്സു, തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന മനസ്സ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ തിന്മയിലേക്ക്, അതുകൊണ്ട് ഹവൻ നഫ്സ് എന്ന് പറഞ്ഞത് ഹവ, ഇച്ഛ, മനസ്സിന്റെ താല്പര്യം. അപ്പൊ തിന്മ ചെയ്യാനുള്ള മനസ്സിന്റെ താല്പര്യത്തെ തടുത്തു നിർത്തി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിലും ക്ഷമ ആവശ്യമാകുന്നു. മൂന്നാമത്തേത് സ്വബ്റുൻ അല അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് നമുക്കുണ്ടാകുന്ന കാര്യങ്ങളിൽ ക്ഷമ അവലംബിക്കുക. ഇത് നേരത്തെ പറഞ്ഞ ദഅവത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ദഅവത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ, അതിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് ഇതിൽ പെടും. കാരണം അത് അള്ളാന്റെ ഖദറാണ്. ദഅവത്ത് നടത്തണം, ദഅവത്തിനടുത്തും പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുണ്ടാവും. പ്രവാചകന്മാർ പോലും അതിൽ മുക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എന്താ? അള്ളാഹുവിന്റെ ഖദറാണ്. ദഅവത്ത് നടത്തിയത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. അപ്പൊ അതിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക, അതാണ് മൂന്നാമത്തെ ഇനം. ഇനി സ്വബറ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം എന്താണ്? സ്വബറ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ്. ശരിക്കും സ്വബറ എന്ന് പറഞ്ഞാൽ തടയുക, പിടിച്ചു വെക്കുക. ഹബസ, തടഞ്ഞു എന്നാണ്. അതാണ് അതിന്റെ അസ്ലിയായ അടിസ്ഥാനപരമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ എന്ത് ചെയ്യുക? തടഞ്ഞു വെക്കുക. അള്ളാഹു വിലക്കിയ, ദീൻ വിലക്കിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മെ മനസ്സ് പിടിച്ചു വലിക്കുമ്പോ ആ പിടിച്ചുവലിയെ തടഞ്ഞു വെക്കുക. അപ്പോൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അള്ളാഹുവിന്റെ കൽപ്പന വിധി അനുസരിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ ക്ഷമകേട് കാണിക്കുകയും അള്ളാഹുവിനെ തന്നെ കൈയൊഴിക്കുകയോ ശിർക്കിലേക്കോ വിദേഹത്തിലേക്കോ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്കോ മനുഷ്യൻ പോകും. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ മനസ്സിനെ പിടിച്ചു വെക്കുക. അതാണ് പിടിച്ചു വെക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം. ഇപ്പൊ ഈ അർത്ഥത്തിൽ ഖുർആനിൽ തന്നെ ഉപയോഗിച്ച സൂറത്തുൽ കഹ്ഫ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന, അല്ലേ? വസ്ബിർ നഫ്സക്, നബിയോട് പറയാൻ, നീ നിന്റെ മനസ്സിനെ പിടിച്ചു വെക്കണം. ആരോടൊപ്പം? രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം. അപ്പൊ വിശ്വാസികളായ ആളുകൾക്കൊപ്പം നിന്റെ നഫ്സിനെ നീ പിടിച്ചു വെക്കണം. അവരെ കൂടെയാണ് നിൽക്കേണ്ടത്, അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂടെയല്ല. അപ്പൊ അവിടെ സബറാർത്ഥം വസ്ബിർ നഫ്സക, നീ നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക. അപ്പൊ ആ പിടിച്ചു വെക്കുക എന്നാൽ അതിൽ നിന്നാണ് ക്ഷമ എന്നർത്ഥം. ക്ഷമ അതാണല്ലോ, പിടിച്ചു വെക്കാനാണല്ലോ. കോപത്തെ പിടിച്ചു വെക്കുക, ദേഷ്യത്തെ പിടിച്ചു വെക്കുക, പകയെ പിടിച്ചു വെക്കുക. ഇനി ഈ അവസാനം പറഞ്ഞ ക്ഷമ, അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട ക്ഷമയെ തന്നെ അതിന്റെ ചില വിശദീകരണങ്ങൾ ശൈഖ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒന്ന്, പിന്നെ മരണം, ധനനഷ്ടം, രോഗം തുടങ്ങിയ മനുഷ്യരെ ബാധിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ ഖദ ഖദറാണ്, അതനുസരിച്ചുണ്ടാക്കുന്നതാണ്. അപ്പൊ അവിടെ ക്ഷമിക്കണം. വിഷമങ്ങളും പ്രയാസങ്ങളും ഭൗതികമായി നേരിടുന്ന അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ക്ഷമകേട് കാണിക്കാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. അപ്പം മനസ്സിനെ പിടിച്ചു വെക്കേണ്ടി വരും, നാവിനെ പിടിച്ചു വെക്കേണ്ടി വരും, കൈകാലുകളെയും പിടിച്ചു വെക്കേണ്ടി വരും. കാരണം എന്താ? ആ പിടിച്ചു വെക്കുക എന്ന ക്ഷമ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാൻ പറ്റാത്തത് പറയും, കൈകാലുകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയും, മനസ്സുകൊണ്ട് വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിചാരിക്കും. അപ്പൊ അവനിൽ നിന്ന് പിടുത്തം വിട്ട് പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ച് ഒതുങ്ങി ജീവിക്കണം. അതല്ലെങ്കിൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഇപ്പൊ മരണം അല്ലെങ്കിൽ അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ മുടി പിടിച്ച് പറിക്കുക, മാറ് വലിച്ചു കീറുക, മുഖത്തടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാ? ഈ പറയുന്ന അള്ളാഹുവിന്റെ ഖലാവും ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനസ്സിനെ പിടിച്ചു വെക്കാൻ സാധിക്കാതെ പോകുമ്പോഴാണ്. ഇനി ന്യൂനതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാം. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അവിടെ ക്ഷമ പാടില്ല. അവിടെ എന്താ ചെയ്യേണ്ടത്? അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുകയും
അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയുമാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ കൊണ്ടല്ലാതെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നമ്മൾ ചെയ്ത കാരണം കൊണ്ടല്ല, ഇതല്ലാതെയും ചില വിഷമങ്ങൾ നമുക്കുണ്ടാകാം. ഇപ്പൊ രോഗം വന്നു, കടമുണ്ടായി, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടായി, കുടുംബത്തിൽ നിന്ന് ആളുകൾ മരണപ്പെട്ടു, ഇതൊക്കെ ഉണ്ടാകാം. അതൊന്നും നമ്മൾ ചെയ്തിട്ടല്ല. നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടെയും ഇത് അള്ളാഹു കണക്കാക്കിയതാണ്, അവന്റെ ഖളാ ആണ്, ഖദറാണ്, അത് അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചിലത് നമ്മുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകാം. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ശിക്ഷയായി, ദുനിയാവിലെ ശിക്ഷയായി അള്ളാഹു നമുക്ക് ആപത്തുകൾ ഏൽപ്പിക്കാം. അതെന്തിനാണ്? നമ്മൾ പാഠം പഠിക്കാനാണ്. യർജിഊൻ എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, തിരിച്ചു വരാൻ, മടങ്ങി വരാൻ, അള്ളാഹുവിനെതിരായ വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഒരു ബോധമുണ്ടാകാൻ വേണ്ടി ദുനിയാവിൽ തന്നെ ശിക്ഷയായി അള്ളാഹു പരീക്ഷണങ്ങൾ തരും. അങ്ങനെ അവൻ തിരിച്ചു വരും, അള്ളാഹുവിന്റെ വഴിയിലേക്ക് വരും. അപ്പൊ ആ പ്രയാസത്തിന്റെ ഫലമായി അള്ളാഹു അവനെ ശുദ്ധീകരിക്കുന്നു, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ അവനെ പരലോകത്തേക്ക് ഗുണകരമാക്കി അള്ളാഹു മാറ്റുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ബാധിക്കുന്ന വിപത്തുകളിൽ നിന്നും എന്തു ബാധിക്കുന്നുവോ അവ, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടാകുന്നു അത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ശിക്ഷയായിക്കൊണ്ട് വരുന്ന മുസീബത്തും ഉണ്ടാവും, അല്ലാത്ത മുസീബത്തും ഉണ്ടാവും. രണ്ടു തരണ്ട്. രണ്ടും അള്ളാഹിന്റെ ഖളാ ആണ്, ഖദറാണ്. പക്ഷെ ഒന്ന് നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലനമാണ്. അതേതാ? ബിമാ കസബത്ത് ഐദീകും, നമ്മൾ ദുനിയാവിൽ ചെയ്ത അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിപത്തുകൾ. എന്നാൽ എല്ലാറ്റിനും കണ്ടതിനെ തൊട്ടനൊക്കെ അള്ളാഹു ദുനിയാവിൽ തന്നെ ശിക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ ദുനിയാവിൽ ആരും ജീവിക്കൂല. അത് അള്ളാഹു നമുക്ക് അന്നൊരു നിയമത്താണ്. വയഅഫു അൻ കസീർ. പലതും അള്ളാഹു അങ്ങനെ ദുനിയാവിൽ നിങ്ങളെ ശിക്ഷിക്കാതെ എന്ത് ചെയ്യുന്നു? യഅഫു അൻ കസീർ. പലതിനെ കുറിച്ചും അള്ളാഹു മാപ്പാക്കുന്നു. ആ മാപ്പുകൊണ്ടാണ് നമ്മളൊക്കെ ദുനിയാവിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നിനും ശിക്ഷപ്പെടുത്തേണ്ട തരികയാണെങ്കിൽ എന്നോ മരിച്ചുണ്ടാവും. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇതും നേരത്തെ കശ്ഫ് ശുബ്ഹാത്തിൽ ഈ ആയത്തും അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് വല്ല മുസീബത്തും വന്നാൽ, മുസീബത്ത് എന്നാൽ മരണം മാത്രമല്ല, ആപത്ത്, വിപത്ത് വന്നാൽ, ഖാലു, അപ്പോൾ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാകുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നവരുമാകുന്നു എന്ന് പറയും. മുസീബത്ത് ബാധിച്ചാൽ അവരിങ്ങനെ പറയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാകുന്നു, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാകുന്നു, മടങ്ങേണ്ടവരുമാകുന്നു. അങ്ങനെ പറഞ്ഞ് ക്ഷമിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധിക്കുന്നവർ, അവരുടെ മേൽ റബ്ബിൽ നിന്നുള്ള സ്വലാത്തുണ്ട്. അള്ളാഹിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞിട്ടുണ്ട് കശ്ഫ് ശുബ്ഹാത്തിൽ. എന്താ അള്ളാഹുവിന്റെ സ്വലാത്ത്? പണ്ട് പറഞ്ഞതാ. അള്ളാഹുവിന്റെ സ്വലാത്ത്, നബിക്കുള്ള സ്വലാത്ത്, മലക്കളുടെ സ്വലാത്ത്, നമ്മുടെ സ്വലാത്ത്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, പണ്ടത്തെ നോട്ടം തൊണ്ടെങ്കിൽ എടുത്ത് മറിച്ചില്ലേ, പഴയ ക്ലാസ് ഇട്ട് നോക്കി. വറഹ്മ, ചില ആൾക്കാർ ഇവിടെ ഇതും പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് എന്നാൽ ഒന്നാണ്. അള്ളാന്റെ സ്വലാത്ത് തന്നെ അള്ളാന്റെ കാരുണ്യം ഉണ്ടാവും. അല്ല, കാരണം എന്താ? ഇവിടെ സ്വലാത്തും പറഞ്ഞു, പിന്നെ റഹ്മത്തും പറഞ്ഞു. അപ്പൊ രണ്ടിനും ഒരർത്ഥമല്ല. അള്ളാഹുവിൻ റബ്ബിൽ നിന്നുള്ള സ്വലാത്തുമുണ്ട്, വറഹ്മത്തും, കാരുണ്യവുമുണ്ട്. അപ്പൊ സ്വലാത്ത് എന്നാ റഹ്മത്തല്ല, രണ്ടും രണ്ടാണ്. കാരണം രണ്ടും ഇവിടെ എടുത്തു പറഞ്ഞു. ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇങ്ങനെ ക്ഷമിക്കാനും ക്ഷമിച്ച് ഇക്കാര്യം പറയാനും കഴിയുന്നവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ സ്വലാത്ത്, രണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത്, മൂന്ന് സന്മാർഗം പ്രാപിക്കാൻ കഴിയുന്നവർ. ഇതൊക്കെ ക്ഷമ അവലംബിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കഴിയുന്നവർക്കുമുള്ള നേട്ടമായും ശ്രേഷ്ഠതയായും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കേട്ടുപോയതാണ്, പലപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് ദഅവത്തിന്റെ വിഷയത്തിൽ. ഇത് നമ്മൾ ചെയ്തതിന്റെ തകരാറ് കൊണ്ടല്ല, പക്ഷെ ചെയ്തതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ദഅവത്തിന്റെ പേരിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, മുസീബത്തുകൾ. അപ്പൊ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ ക്ഷമിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ആ നിലക്ക് ഉൾക്കൊള്ളുകയും ചെയ്യണം. ഒരിക്കലും ഒരു നന്മ ചെയ്യുന്നതിൽ നിന്ന്
ഉണ്ടായ വിപത്തിന്റെ പേരിൽ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. വലാ തൻസനിയ അൻ ഫീലിൽ ഖൈരി. പീഡനമുണ്ടായി, ഉപദ്രവമുണ്ടായി, പരിഹാസമുണ്ടായി, ആക്ഷേപമുണ്ടായി എന്നതുകൊണ്ട് ഒരു നന്മ പ്രവർത്തിക്കുന്നതിൽ നിന്നും നീ പിൻവാങ്ങാൻ പാടില്ല. എന്നിട്ട് ശൈഖ് പറയാൻ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യരിൽ ചില ആളുകൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കും. എന്നാൽ ആ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കാൻ ഇറങ്ങുമ്പോൾ അവന് വെറുപ്പായ വല്ല കാര്യത്തെയും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവൻ പറയും, ഇത് എന്റെ മേൽ അനിവാര്യമായ കാര്യമല്ല, ഞാനെന്തിനാണ് ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? എന്നാ ഇങ്ങനൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും എതിർപ്പും വിമർശനമൊക്കെ ഉണ്ടാവും, ഞാനിപ്പോ എന്തിനാ അതിലേക്ക് തലടുന്നത് എന്നവൻ പറയും. അങ്ങനെ അവൻ പഠിപ്പിക്കുക, അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കൽ ഒഴിവാക്കും എതിർപ്പുണ്ടാവുമ്പോ, വിമർശനം ഉണ്ടാവുമ്പോ. ഇനി ഒരുത്തൻ ദഅവത്ത് നടത്തുന്ന ആളാണെങ്കിൽ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടാവുമ്പോ എതിർക്കും ദഅവത്തയിലല്ല, അള്ളാഹുലേക്കുള്ള ദഅവത്തിനെ ഉപേക്ഷിച്ചു, ഞാനിനി ദഅവത്ത് നടത്താനില്ല, ഭയങ്കര എതിർപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പോവുക. പള്ളിയിലെ ഖത്തീബാണെങ്കിൽ എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അയാൾ ഖുതുബ ഒഴിവാക്കി പോകുന്നു. പള്ളിയിലെ ഇമാമാണെങ്കിൽ അയാൾ ഇമാമത്ത് ഒഴിവാക്കി പോകുന്നു. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ എതിർപ്പും വിമർശനവും പീഡനവും ഉണ്ടാകുമ്പോൾ അവൻ അതൊക്കെ ഒഴിവാക്കി പോകുന്നു. ഇങ്ങനെ ഓരോന്നും ക്ഷമിക്കാൻ കഴിയാതെ ഒഴിവാക്കി പോകുന്നവൻ ഹാദാ ലം യസ്ബിർ അലാ മാ നാലഹു മിനൽ അദാ. ഈ ഓരോ ദീനിന്റെ വിഷയത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് മുഖേന ഉണ്ടാകുന്ന പീഡനം അനുഭവിക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയാത്തവരാകുന്നു ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാൻ പാടില്ല അർത്ഥം. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ എന്ത് വിഷമവും പ്രയാസവും ഉണ്ടായാലും ദീനിയായ ഒരു കാര്യവും തെറിഞ്ഞു പോകാൻ പറ്റൂല. അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് സഹിക്കാൻ ക്ഷമിക്കാനും തയ്യാറാകണം. ഒരാൾ പിഴവ് പറ്റിയവനാണെങ്കിൽ ആ പിഴവ് മനസ്സിലാക്കുമ്പോൾ അവൻ സത്യത്തിലേക്കും ശരിയിലേക്കും തിരിച്ചു പോകണം. ഇനി ഒരാൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ അവിടെ ക്ഷമിക്കുകയും, ഇപ്പൊ ഒരു തെറ്റ് നമ്മൾ ചെയ്യാതെയാണ് എതിർപ്പും വിമർശനവും പീഡനവും ഉപദ്രവവും ഒക്കെ ഉണ്ടാകുന്ന വിചാരിക്കുക, എങ്കിൽ അവിടെ തൗബ ചെയ്യേണ്ട കാര്യമില്ല. കാരണം തെറ്റ് വന്നിട്ടില്ല. തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റിൽ നിന്ന് ഒഴിവാകണം. ആളുകളുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും അതിന്റെ പേരിലാണെങ്കിൽ നമ്മൾ തെറ്റിന് ഒഴിവാകുക, പശ്ചാത്തപിക്കുക. ഇനി ശരി ചെയ്തിട്ടാണ് ആളുകൾ വിമർശിക്കുന്നതെങ്കിലോ അവിടെ നമ്മൾ തീർച്ചയായും ക്ഷമിക്കണം. ഇതിന്റെ പേരിലും ആ പീഡനത്തിന്റെ പേരിലും കൂലി ആഗ്രഹിക്കണം. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്, അതുകൊണ്ട് പ്രതിഫലം കിട്ടുമെന്നവൻ മനസ്സിലാക്കണം. പ്രവാചകന്മാർക്ക്, പ്രത്യേകിച്ച് മുഹമ്മദ് നബിക്ക്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയ ആളുകൾക്കൊക്കെ ഉണ്ടായ പീഡനങ്ങളും അവൻ ഓർക്കണം. ഞാനും അതേപോലെ അനുഭവിക്കേണ്ടവനാണ് എന്ന ചിന്തയുണ്ടാകണം. ഇനി അപ്പോ സൂറത്തുൽ അസ്ർ 4 കാര്യങ്ങൾക്കുള്ള തെളിവാണ്. അതിന്റെ വിശദീകരണങ്ങളും ഇവിടെ പറഞ്ഞു. ഖാല ശാഫിഈ, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വാചകമാണ്. മത്തിന് എന്നാൽ മത്തിന് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്നർത്ഥം. ഈ വിശദീകരണമല്ലാത്ത അടിസ്ഥാന ഉസൂൽ സലാസ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള ശൈഖിന്റെ വാചകം. ഖാല ശാഫിഈ റഹിമഹുല്ലാ ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്ഹും. ഈ സൂറത്തിന്റെ പ്രാധാന്യം ഈ ഒരൊറ്റ വാചകത്തിൽ മനസ്സിലാവും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികൾക്കുമേൽ ഹുജ്ജത്തായി, തെളിവായി, ന്യായമായി, പ്രമാണമായി ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകഫത്ഹും, സൃഷ്ടികൾക്ക് ഹുജ്ജത്തായി ഈ ഒരു സൂറത്ത് മതിയാകുമായിരുന്നു. ഇതല്ലാത്ത വേറൊരു സൂറത്തുമില്ല, വേറൊരായത്തുമില്ല. ആകെ സൂറത്തുൽ അസ്ർ മാത്രമേ അള്ളാഹ് ഇറക്കിയിട്ടുള്ളൂ വിചാരിക്കുക. എങ്കിൽ ഈ സൂറത്ത് തന്നെ മതിയാകുമായിരുന്നു സൃഷ്ടികൾക്ക് മേൽ ഹുജ്ജത്തായി, തെളിവായി. എന്തിനുള്ള തെളിവ്? ഇവിടെ പറഞ്ഞ 4 കാര്യം. എന്തൊക്കെ പഠിക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് ഉപദേശിക്കണം, എങ്ങനെ ക്ഷമിക്കണം. ഈ 4 കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവനെന്തുണ്ട്? സആദത്തുണ്ട്, സൗഭാഗ്യമുണ്ട്. ആ 4 കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അവന് ഹുസ്റാനുണ്ട്, ഹസാറയുണ്ട്, നഷ്ടമുണ്ട്. അപ്പൊ നഷ്ടം പറ്റുക എപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റുക? ഇത് രണ്ടും മനസ്സിലാക്കാവുന്ന വളരെ ചെറിയ ഒരു 2 വരി 3 ആയത്തുകളാണ്. ഇത് മതി ഒരു മനുഷ്യൻ എന്താകണം, എന്തായിക്കൂടാ എന്ന് ബോധ്യപ്പെടുത്താൻ. അള്ളാഹുവിന്റെ ഹുജ്ജത്ത് ഇതോടുകൂടി സ്ഥാപിതമായി. ഈ സൂറത്തല്ലാത്ത ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ലെങ്കിൽ തന്നെ സൃഷ്ടികൾക്കുമേൽ അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിതമായിട്ടുണ്ടാകുമായിരുന്നു. ഇത് മതിയായിരുന്നു. ഇനി ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ. ഷാഫിഈ എന്ന് പറഞ്ഞത്
ഷാഫിയ എന്നത് അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ 4ാമത്തെ വല്യാപ്പന്റെ പേരാണ്. മുഹമ്മദ് ബിന് ഇദ്രീസ്, 4ാമത്തെ വല്യാപ്പ ഷാഫി. ആ ഷാഫിയിലേക്ക് ചേർത്തിട്ട് ഷാഫിഈ എന്നറിയപ്പെടുന്നു. പിന്നെ കുടുംബപരമായി നോക്കിയാൽ ഖുറൈശിയാണ്, നബി ഖുറൈശിയാണ്. പിന്നെ നബിന്റെ ബനുൽ മുത്തലിബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ്. അപ്പൊ നബിയുമായി ആ നിലക്ക് പരമ്പര ബന്ധമുണ്ട്, നസബുണ്ട്. ഹിജ്റ 204 അദ്ദേഹം മരിക്കുന്നത്. 4 മദ്ഹബിന്റെ പ്രധാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരു ഇമാമു കൂടിയാണ്. അപ്പോ ഇത് തന്നെ മതി സൃഷ്ടികൾക്ക് ഹുജ്ജത്തായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ സൂറത്ത് മനുഷ്യന്റെ ശഖാവ സആദ, സൗഭാഗ്യ ദൗർഭാഗ്യത്തിനുള്ള കാരണങ്ങളെ ഈ സൂറത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് സൗഭാഗ്യത്തിന്റെ കാരണങ്ങൾ? ആവർത്തിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പഠിക്കുക, പ്രവർത്തിക്കുക, ദഅവത്ത് നടത്തുക, അതിന്റെ പേരിലുള്ള പ്രയാസങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്ന 4 കാര്യങ്ങൾ ദീനിന്റെ കാര്യത്തിലാണ് എന്ന് മനസ്സിലാക്കി ഒരുത്തൻ പ്രവർത്തിച്ചാൽ അവന് സൗഭാഗ്യമുണ്ട്, അല്ലെങ്കിലോ അവന് ഹസാറയും. അപ്പൊ ഈ സൂറത്ത് മതി എന്ന് പറഞ്ഞാൽ ഫഖാമത്തിൽ ഹുജ്ജത്തു മിനല്ലാഹി അലാ ഖൽഖിഹി ബിഹാദിഹി സൂറ. കണ്ടോ, നമ്മൾ ഖുർആൻ മുഴുവൻ ഓതിയിട്ടും ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടും ഖുർആൻ ഓതി വഅളും ഖുതുബയും പറഞ്ഞിട്ടും ഖുർആൻ ഓതി ദർസ് നടത്തിയിട്ടും ഓൽക്ക് ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടില്ല എന്ന് പറയുന്നവരാണ് നമ്മളെ കൂട്ടത്തിലെ ചില സലഫികളും മുജാഹിദീങ്ങളും. ഇവിടെ ഇമാം ഷാഫി പറഞ്ഞ എന്താ? സൂറത്തുൽ അസ്ർ മതി ഹുജ്ജത്ത് സ്ഥാപിതമാകാൻ, വേറൊരു ആയത്ത് ഓതേണ്ട കാര്യമല്ല. ഈ സൂറത്ത് എടുത്ത് പഠിച്ചിട്ടുണ്ടോ ഓരോ ഹുജ്ജത്ത് സ്ഥാപിതമായി. അതാ ശൈഖ് പറയണത്, അള്ളാഹുവിന്റെ ഉള്ള ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മേൽ ബിഹാദിഹി സൂറത്തി. ഈ ഒറ്റ സൂറത്ത് കൊണ്ട് തന്നെ സൃഷ്ടികളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായി. ആരുടെ ഹുജ്ജത്ത്? അള്ളാന്റെ ഹുജ്ജത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഹുജ്ജത്ത് സ്ഥാപിതം പറഞ്ഞാൽ അള്ളാഹ് ഈ പറഞ്ഞ അർത്ഥം എന്താ? ഞാനിതാ സൃഷ്ടികളെ നിങ്ങൾക്ക് സൗഭാഗ്യത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ ഈ ചെറിയ സൂറത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ബാധ്യത തീർന്നു എന്നാണ് അള്ളാഹു ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഖുർആൻ മുഴുവനും, അപ്പൊ പിന്നെ ബാക്കി ഖുർആൻ എന്തിനാ? ഖുർആൻ ആയത്തുകൾ പിന്നെന്തിനാ? നബിന്റെ ഹദീസ്, ഖുർആനിലെ മറ്റ് ആയത്തുകളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമൊക്കെ ഈ പറഞ്ഞ സൂറത്തുൽ അസ്റിലെ 4 കാര്യങ്ങൾക്കുള്ള വിശദാംശങ്ങളാണ്. അപ്പൊ കാതൽ ഇവിടെ വന്നു, അടിസ്ഥാനമായ 4 കാര്യങ്ങളോട് വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ബാക്കി മുഴുവൻ ഈ പറയുന്ന 4 കാര്യങ്ങളുടെ വിശദാംശങ്ങളാകുന്നു. കാരണം എന്താ? ഒന്ന് ആമനു, വിശ്വസിക്കുക, ഇൽമ്. അത് എവിടുന്നൊക്കെയാണ് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം? പിന്നെ ഇൽമു പഠിക്കേണ്ടത് ഖുർആന്റെ ബാക്കി ആയത്തുകൾ, ഹദീസുകൾ. വഅമിലു സ്വാലിഹാത്ത്, എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത്? ഖുർആനിലെ ബാക്കി സൂറത്തുകളുണ്ട്, നബിന്റെ ഹദീസുകളുണ്ട്. എന്താണ് ദഅവത്ത് നടത്തേണ്ടത്? അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്താ? അത് ബാക്കി ഖുർആൻ പഠിക്കുക, ബാക്കി ഹദീസ് പഠിക്കുക. പിന്നെ എന്തിന്റെ പേരിലൊക്കെ ക്ഷമിക്കണം, എന്തുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ അതെവിടെ ഉണ്ട്? ഖുർആനിലും ഹദീസിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളുടെ വിശദാംശങ്ങൾ മാത്രമാണ് ഖുർആനിലെ ബാക്കി 113 സൂറത്തുകളും അതുപോലെ നബിന്റെ ഹദീസുകളും. അതുകൊണ്ട് തന്നെ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായി കഴിഞ്ഞു. ഖുർആനിന്റെ മറ്റ് ആയത്തുകളും സുന്നത്തുകളുമൊക്കെ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ വിശദീകരിക്കുന്നതും വ്യക്തമാക്കുന്നതുമാകുന്നു. ഇനി ഇമാം ഷാഫി ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ സൂറത്ത് തന്നെ മതി എന്നല്ല. ഇതേ ഉള്ളായിരുന്നെങ്കിൽ അല്ലാഹുദല്ലാതെ വേറെ ഇറക്കിയിട്ടില്ലെങ്കിൽ അത് മതി. അപ്പൊ ഇനി ബാക്കിയുള്ളത് വേണ്ടെന്നല്ല, ബാക്കിയുള്ളത് ഇതിന്റെ വിശദാംശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തല്ലാതെ ഇറക്കിയിട്ടില്ല എങ്കിൽ ഇത് മതിയാകുമായിരുന്നു. അപ്പൊ ബാക്കി പിന്നെന്തിനാണ്? അത് വിശദാംശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിറക്കിയത് ഹുജ്ജത്ത് സ്ഥാപിതമായതെന്നാ പിന്നെ അങ്ങോട്ടൊരു എതിരും പറയാനില്ല എന്നാണല്ലോ. അപ്പൊ ശൈഖ് പറയാൻ, സാലിഹ് അൽ ഫൗസാൻ പറയാൻ ഹഫിളഹുല്ലാഹ്, എന്താണ്? ഖിയാമത്ത് നാളിൽ ഒരുത്തനും പറയാതിരിക്കാൻ. നേരത്തെ പറഞ്ഞു സൂറത്തുൽ അസ്റിലൂടെ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഇനി വിശദീകരിക്കാൻ, ഖിയാമത്ത് നാളിൽ ഒരുത്തനും പറയരുത് എന്താണ് സൗഭാഗ്യം നേടാനുള്ള വഴികൾ എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എന്താണ് ദൗർഭാഗ്യത്തിലേക്ക് വിട്ടുപോകുന്ന വഴികൾ, കാരണങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല.
വഹുവ യഖറഉ ഹാദിഹി സൂറ, ഈ സൂറത്ത് ഓതിക്കൊണ്ട്. അപ്പൊ വല്ലസർ ഓതിയ ഒരുത്തൻ പരലോകത്ത് വന്നിട്ട് എനിക്കിതൊന്നും തിരിഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിരിക്കുന്നു. അത് മതി, അത്ര മതി. അള്ളാഹിന്റെ ഹുജ്ജത്ത് സ്ഥാപിതമായി. ഞാൻ പറഞ്ഞത് ഖുർആൻ മുഴുവൻ ഓതിയിട്ടും ഇഫ്ലാക്കിയിട്ടും അത് ദർസ് നടത്തിയിട്ടും ഓൽക്കൊന്നും ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടില്ല. ഓലൊക്കെ പൊതു മുസ്ലിങ്ങളാണ്, ഓലൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. വഖാലൽ ബുഖാരിയു, ഇനി മത്തിന് എന്താന്ന് ഇനി പറയില്ല. ഖാലൽ ബുഖാരിയു റഹിമഹുല്ലാഹു തആല ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി റഹിമഹുല്ല പറയാൻ എന്താണ്? സ്വഹീഹുൽ ബുഖാരിയിലെ, ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. അതിലെ ഒരു തലക്കെട്ടാണ്. എന്താ തലക്കെട്ട്? ബാബുൽ ഇൽമി, അറിവിന്റെ അധ്യായം. ഖബ്ലൽ ഖൗലി വൽ അമലി, പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊടുത്ത ഒരു തലക്കെട്ട്, ഹെഡിങ്, പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അറിവ് നേടണം എന്ന് പറയുന്ന അധ്യായം. ഇനി അതിന് തെളിവെന്താ? വദ്ദലീലു, അതായത് ആദ്യം ഉണ്ടാകേണ്ടത് ഇൽമാണ്, പിന്നെയാണ് പറയലും പ്രവർത്തിക്കലുമൊക്കെ ഉണ്ടാകേണ്ടത്. ഇത് സ്വന്തം അഭിപ്രായ പ്രകാരം പറയാൻ പറ്റില്ലല്ലോ. അതിന് തെളിവ് ഇമാം ഷാഫി ഉദ്ധരിക്കാൻ ഈ തലക്കെട്ടിന് താഴെ കൊടുത്ത വാചകം സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീൻ. ഫഅലം, അതിനാൽ നീ അറിയുക. ഇത് നബിനോടാണ്. നബിനോട് പറഞ്ഞാൽ എല്ലാവരോടാണ്. നബിനോട് മിക്കാനുള്ള ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ നീ അറിയണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിനോട് അല്ലാഹ് പറയാൻ. ഫഅലം, അതിനാൽ മുഹമ്മദേ നീ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ട കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ലെന്ന് നീ മനസ്സിലാക്കണം. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യനും ഇല്ലെന്ന് മുഹമ്മദേ നീ മനസ്സിലാക്കുക. വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ പൊറുക്കൽ തേടുകയും ചെയ്യുക. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് വേണ്ടിയും. അപ്പൊ നിന്റെ പാപം പൊറുക്കാനും സത്യവിശ്വാസികളുടെ പാപം പൊറുക്കാനും വേണ്ടി മുഹമ്മദ് നീ പൊറുക്കൽ തേടുകയും ചെയ്യണം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നേരത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇമാം ബുഖാരി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല. പിന്നെന്താണ്? മുഹമ്മദ് എന്നാണ് പേര്. ഇമാം ഷാഫിന്റെ പേര് മുഹമ്മദാണ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ്. ഇമാം ബുഖാരിന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ. പാപ്പന്റെ പേര് വ്യത്യാസമുണ്ട്, രണ്ടാളെ പേര് മുഹമ്മദാണ്. ഇനി ബുഖാരി എന്ന് പറയുന്നത് ബുഹാറ എന്ന് പറയുന്ന പഴയ സോവിയറ്റ് റഷ്യപ്പെട്ട ഒരു സ്ഥലമാണ്. എന്ത്? സോവിയറ്റ് യൂണിയൻ, ബുഹാറ. ആ ബുഹാറ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാടായ ബുഹാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ട് ബുഹാരി, ബുഹാറക്കാരൻ എന്ന് പറയുന്നു. ഇവിടെ രണ്ടുള്ള വ്യത്യാസം മനസ്സിലല്ലേ? ഇമാം ഷാഫിനെ കുറിച്ച് ഷാഫിഈ എന്നുള്ളത് കുടുംബപ്പേരല്ല, സ്ഥലത്തിന്റെ പേരുകൾ ജന്മനാടുമല്ല. നാലാമത്തെ വല്യാപ്പയിലേക്ക് ചേർത്തിട്ടാണ്. ഇവിടെ ബുഖാരി തന്നെ വാപ്പന്റെ പേരല്ല, വല്യാപ്പന്റെ പേരല്ല, ജന്മനാടാണ്. ബുഹാറ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയനിലെ ബുഹാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ബുഖാരി എന്ന് പറയുന്നത്. രണ്ടാളെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഇമാം ഷാഫിഈ ഫിഖ്ഹിന്റെ പണ്ഡിതനാണ്. ഇമാം ബുഖാരിയോ ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ ആളാണ്. ഇനി ഇവിടെ എന്തിനാ ഈ വാചകം കൊണ്ടുവന്നത്? അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ മുമ്പ് പഠിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അതിന് സൂറത്ത് മുഹമ്മദിലെ ആയത്തും കൊടുത്തു. ഫബദഅ ബിൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. ഇത് ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ വാചകമാണ്. ഇമാം ബുഖാരി ഇങ്ങനെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ തലക്കെട്ട് ആദ്യം ഉണ്ടാകേണ്ടത് അറിവാണ് എന്നതാണ്. അതിന് തെളിവെന്താ? ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്താണ്. അവിടെ എന്തു പറഞ്ഞു? ഫഅലം, ആദ്യം പറയുന്നത് നീ അറിയണം എന്നാണ്. എന്തറിയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. എന്നിട്ട് പിന്നെ പറഞ്ഞ അമലെന്താ? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന, നീ നിന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, സത്യവിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പൊ അത് അമലാണ്. അവിടെ അമല് പിന്നെ പറയുന്നു, ആദ്യം ഇൽമുണ്ടാകണം എന്ന് പറയുന്നു. കാരണം ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത അമലുകൾ ഉപകാരപ്പെടുകയില്ല. നമ്മളെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അമല്, പ്രാധാന്യം തന്നപ്പോ
ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അമലേ ഉപകാരപ്പെടുകയുള്ളൂ. അമല് ഇൽമുണ്ടായാൽ ഇതനുസരിച്ച് പ്രവർത്തിക്കണം. ഇൽമില്ലാത്ത പ്രവർത്തനം ഉപകാരപ്പെടുകയില്ല. അത് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ, 2ാമത്തെ ക്ലാസ്സിലും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്ക് പറ്റിയ അബദ്ധം എന്താന്നുള്ളത്. അതേ അബദ്ധം പണയുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുണ്ട്. ഇൽമില്ലാതെ പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ, പിന്നെ ഇൽമില്ലായിട്ട് പ്രവർത്തിക്കാതെ പോകുന്ന ചില ആളുകൾ. ഈ നമ്മുടെ നാട്ടിലെ ഈ കുബൂരികളും വിദേഹത്തിന്റെ ആളുകളൊക്കെ ഇതിൽപ്പെട്ടതാ. ഇൽമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. തബ്ലീഗുകാരും ഇതിൽപ്പെട്ടതാ. കാരണം തബ്ലീഗ് ഇൽമല്ല ആവശ്യം, കഥകളും മറ്റേ ഫളായിൽ കിതാബ് പറഞ്ഞ കാര്യങ്ങളും. അതിൽ ഇൽമായതും അല്ലാത്തതുണ്ട്. ഇൽമല്ലാത്തതാണ് അധികവും. കാരണം ഖുർആൻ ഹദീസ് അല്ലാത്ത കാര്യങ്ങൾ അതിനകത്തുള്ളൂ. അപ്പൊ ഇൽമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, കാരണം പഴച്ച മാർഗമാണ്, ഇൽമു വേണം. ഇനി ഇൽമില്ലാതെ, വിവരമില്ലാത്തൊരുത്തൻ, അറിവില്ലായ്മ ഉള്ള ഒരാൾ അമല് ചെയ്യുന്നു, അതും ഒരാൾക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, എന്തായിത്തീരും? ഇൽമില്ലാതെ പ്രവർത്തിച്ചാൽ ഉള്ള അമല് പോകുന്നു മാത്രമല്ല, അപകടത്തിൽ പെടും. കാരണം എന്താ? ചെയ്യാൻ പറ്റാത്തതും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് അവന്റെ പ്രവൃത്തി അവന് തന്നെ നാശമായി മാറും ഖിയാമത്ത് നാളിൽ. അതുകൊണ്ട് പറയുക, പ്രവർത്തിക്കുക എന്നതിനൊക്കെ മുന്നേ ഉണ്ടാകേണ്ടത് പഠിക്കുക എന്ന കാര്യമാകുന്നു. ഇനി ഈ ആയത്തിൽ എന്താ തെളിവ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ ശൈഖ് വിശദീകരിച്ചു. എന്താണ് ആദ്യം അള്ളാഹു പറഞ്ഞത്? ബിൽ ഇൽമി, അറിവിനെ സംബന്ധിച്ചാണ്. പിന്നെയാണ് ഖൗലും അമലും പറയുന്നത്. പിന്നെ അവസാനം അതിൽ പറഞ്ഞെന്താ? വസ്തഗ്ഫിർ. ഇൽമിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അമലിനെ കുറിച്ച് പറഞ്ഞു. നീ പിന്നെ ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തിഗ്ഫാർ എന്താ? ഒരു പ്രവൃത്തിയാണ്. ഇൽമ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഇസ്തിഗ്ഫാർ എന്ന പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു. ഇത്രയുമാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകളെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് സൂറത്തുൽ അസ്ർ, പിന്നെ ഇമാം ഷാഫി വൽ അസ്ർ എന്ന അധ്യായത്തെക്കുറിച്ചും അതിലൂടെ എങ്ങനെ തെളിവ് സ്ഥാപിതമാകുന്നു എന്ന് പറയുന്നതും, പിന്നെ അറിവ് ആദ്യം ഉണ്ടാകണം എന്നതിന്റെ തെളിവായി ഇമാം ബുഖാരി പറഞ്ഞിട്ടുള്ള കാര്യവും അതിന് തെളിവായി കൊടുത്തിട്ടുള്ള ആയത്തും. ഇഅ്ലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ തഅല്ലുമു സലാത്തി ഹാദിഹിൽ മസായിൽ വൽ അമലു ബിഹിന്ന. ഇവിടെ അതിന്റെ മുകളിലൊരു വാചകമുണ്ട്. അത് പിന്നെ മുഹമ്മദ് അൽ വഹാബിന്റെ വാചകമല്ല. അർ റിസാലത്തു സാനിയ, 2ാമത്തെ റിസാല. ഇത് പല പുസ്തകങ്ങളിലും ഷർഹ് എഴുതിയ ആൾക്കാർ കൊടുക്കുന്നതാണ്. മുഹമ്മദ് അൽ വഹാബിന്റെ പുസ്തകത്തിന്റെ പേര് 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ തെളിവുകളെക്കുറിച്ചുമാണ് ഇതുവരെ സംസാരിച്ചത്. ഇനിയാണ് എന്തിലേക്ക് കിടക്കുന്നത്? പുസ്തകത്തിൽ പറയുന്ന അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന 3 അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ആളുകളും ഷർഹ് നടത്തിയ ആൾക്കാർ, ക്ലാസ്സിലുള്ള ആൾക്കാർ ഇവിടെ അർ റിസാലത്തു സാനിയ, ഒരു റിസാല കഴിഞ്ഞു 4 കാര്യത്തെക്കുറിച്ച്. ഇനി 2ാമത്തെ റിസാല, 2ാമത്തെ മെസ്സേജ്, 2ാമത്തെ ലഘുകൃതി സലാസു മസായിൽ. ഇതും ഷെയ്ഖിന്റെ വാചകമല്ല. 3 മസ്അലകൾ യജിബു അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ, തഅല്ലുമുഹാ വൽ അമലു ബിഹാ, പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യൽ അനിവാര്യമായ, ഏതൊരു മുസ്ലിമിനും അനിവാര്യമായ 3 വിഷയങ്ങൾ. അപ്പൊ ഇതിലേക്ക് കടക്കുന്നതിന്റെ മുഖവുരയായിട്ടാണ് ഇപ്പൊ നേരത്തെ 4 കാര്യങ്ങൾ പറഞ്ഞത്. 4 കാര്യത്തിൽ 2 കാര്യം എന്താ? പഠിക്കുക, പ്രവർത്തിക്കുക. അപ്പൊ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിക്കൽ മുസ്ലിമിന് മാത്രം ബാധകമാണോ? അല്ല, മനുഷ്യർക്കൊക്കെ ബാധകമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നാണ്. ഇന്നൽ മുഅ്മിന ലഫീ ഖുസ്ർ എന്നല്ല, ഇന്നൽ മുസ്ലിമ ലഫീ ഖുസ്ർ എന്നല്ല. എന്താ? മനുഷ്യൻ നഷ്ടത്തിലാണ്. അപ്പോ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ മുഴുവൻ മനുഷ്യർക്കും ബാധകമായാണ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ മറ്റോ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ഓന് ഹുജ്ജത്ത് സ്ഥാപിതമായില്ലോ, ഓൻ കഴിച്ചില്ലെന്ന് വിചാരിക്കണ്ട. ആരും കഴിച്ചില്ലാവില്ല. ഏതൊരു മനുഷ്യനും ദീൻ പഠിക്കൽ, ഞാൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് അന്വേഷിക്കലും പഠിക്കലും ഓരോരുത്തന്റെയും ബാധ്യതയാകുന്നു. ഇപ്പൊ നേരത്തെ ഇവിടെ വന്നപ്പോൾ നമ്മളെ ഇമാമിനോട് ചോദിച്ചു മരിയന് മുമ്പ്, മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങൾ മാത്രമാണല്ലേ? ഇത് നമ്മൾ നേരത്തെ ഉസൂൽ സലാത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് വിശദീകരണം ഉണ്ടായിരുന്നു. ഒന്ന് ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യനും ആ നിലക്ക് മുഹമ്മദ് നബിന്റെ ഉമ്മത്തു ദഅവ, നബിന്റെ പ്രബോധനം സ്വീകരിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. അതാരാ? മുഹമ്മദ് നബി
നബുവത്ത് കിട്ടിയതിനു ശേഷം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ആ വിവരം കിട്ടിയവരൊക്കെ അപ്പൊ എല്ലാവരും ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യാനി, ജൂതൻ എല്ലാ മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ ആരാ? ഉമ്മത്തു ദഅവ, നബിന്റെ ദഅവത്ത് കേൾക്കാനും സ്വീകരിക്കാനും പഠിക്കാനും ബാധ്യതയുള്ള ആളുകളാണ്. രണ്ടാമത്തത് ആ ദഅവത്ത് സ്വീകരിച്ച ആളുകൾ, അതിലാണ് മാത്രമേ ഇവിടെ ഉള്ളൂ മുസ്ലിങ്ങൾ. അപ്പോ ഉമ്മത്തു അൽ ഇജാബ, നബിന്റെ ദഅവത്തിന് ഉത്തരം കൊടുത്ത് മുസ്ലിങ്ങളായവർ. അപ്പൊ ഒന്ന് ആമായ പൊതുവായ അർത്ഥത്തിലാണ്, രണ്ടാമത്തത് ഖാസായ അർത്ഥം. രണ്ടും ഉമ്മത്ത് തന്നെയാണ്, മുഅ്മിൻ ഉമ്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇമാമ് ചോദിക്കാൻ കാരണം വെച്ചാൽ ഖിയാമത്ത് നാളിന്റെ മുമ്പായിട്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് തിരിച്ചു പോകാതെ. അതുപോലെ ഹദീസുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞത് ആരാന്നാണ്? ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞ ആരാ? ഒരു അതുവരെ ആരാ? ഉമ്മത്തുൽ ഇജാബയാണ്, നബിന്റെ ദഅവത്തിന് ഉത്തരം കൊടുത്ത് മുസ്ലിങ്ങളായ ആളുകളാണ്. ഈ മുസ്ലിങ്ങളായ ആളുകൾ പിന്നെ ആ ഉമ്മത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഓല് എന്തിലേക്കാ പോണത്? കുഫറിലേക്ക് പോയി, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക് പോയി. യജിബു. ഇനി ഇവിടെ രണ്ട് വാചകമുണ്ട്, ഇഅ്ലം റഹിമക്കല്ലാ. അതിവിടെ ഷെയ്ഖ് പിന്നെയും വിശദീകരിക്കുന്നുണ്ട്, ഞാൻ വായിക്കില്ല. കാരണം എന്താ? ഇഅ്ലം എന്നത് എന്താണ്, എന്തുകൊണ്ടത് പറയുന്നു? ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോടുള്ള കാരുണ്യമാണ്, കൃപയാണ്, അലിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന. പിന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? ഗൗരവം സൂചിപ്പിക്കാനാണ്, പഠിക്കണം, മനസ്സിലാക്കണം. പിന്നെ റഹിമക്കല്ലാ, നിന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അതിനൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ഇനി ഈ രണ്ട് ഒരു ഉണർത്തലും ഒരു പ്രാർത്ഥനയ്ക്കും ശേഷം രണ്ടാമത് ശൈഖ് പറയുന്ന കാര്യം എന്താ? ഒരു മുസ്ലിമിൻ എല്ലാ മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും മേൽ നിർബന്ധമാകുന്നു ഈ മൂന്ന് വിഷയങ്ങൾ പഠിക്കലും പ്രവർത്തിക്കലും. ഏത് മൂന്ന് വിഷയം? ഇനി പറയാൻ പോകുന്ന, ഇതുവരെ പറഞ്ഞതല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. ഇൽമ് അമലും പറഞ്ഞു. ആ ഇൽമിലും അമലും പെട്ട മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കലും പ്രവർത്തിക്കലും നിർബന്ധമാകുന്നു. അതെന്താന്നുള്ള വിശദീകരണം ശേഷം വരും. ഇനി ഇവിടെ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ്? നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ വായിച്ച 4 വിഷയങ്ങൾ പറഞ്ഞെടുത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യമല്ല, നിർബന്ധമായും എല്ലാ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ആരെങ്കിലും പഠിച്ചാൽ മതിയോ? പോരാ. ഇൽമ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. മതപരമായ ഇൽമുണ്ട്, ഭൗതികമായ ഇൽമുണ്ട്. മതപരമായ ഇൽമിൽ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട ഇൽമുണ്ട്, എല്ലാവരും നിർബന്ധമായി പഠിക്കേണ്ടത്. സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫർള് കിഫായ, ഫർള് ഐൻ. ഇവിടെ പറഞ്ഞത് എന്താ? ഈ യജിബു അലാ കുല്ലി മുസ്ലിം ഫർള് ആരെങ്കിലും പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കണം? എല്ലാവരും പഠിക്കണം. കാരണം എന്താ? അലാ കുല്ലി മുസ്ലിമിൻ. മൗലവിയോ മുസ്ലിയാരോ പള്ളിയിലെ ഇമാമോ ഖത്തീബോ മൗലിയാരോ പഠിച്ചാൽ പോരാ. എല്ലാ ആണും പെണ്ണുമായ മുസ്ലിങ്ങൾ പഠിക്കൽ നിർബന്ധമായ 3 കാര്യങ്ങൾ. അപ്പൊ ആരും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. പിന്നെ സുന്നത്തായ കാര്യമല്ല, പഠിച്ചില്ലെങ്കിൽ രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ടതില്ല, നിർബന്ധമായ കാര്യങ്ങളാകുന്നു. ഇനി നേരത്തെ സ്വബർ എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥം പറഞ്ഞതുപോലെ വജബ എന്നതിന്റെ അടിസ്ഥാന അർത്ഥം എന്താണ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വജബ എന്ന വാക്കിന്റെ അർത്ഥം സബത, ഇസ്തഖറ എന്നൊക്കെ അർത്ഥം. സ്ഥിരപ്പെടുക, ഉറയ്ക്കുക, സ്ഥിരമാവുക എന്നൊക്കെയാണ് വജബ എന്നതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം. നേരത്തെ സബറ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അവിടെ നിർബന്ധമാകുക എന്ന അർത്ഥം ഒരു കാര്യം സ്ഥാപിതമായി, അത് സ്ഥിരമാകേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ഉണ്ടായാൽ പോരാ, മറിച്ചെന്താണ്? സ്ഥിരമാകണം, എപ്പോഴും ഉണ്ടാകണം. അപ്പോ ആ അർത്ഥം ഇതിന്റെ ഭാഷാപരമായ അടിസ്ഥാന അർത്ഥത്തിലുണ്ട്. സ്ഥിരപ്പെടുക, സ്ഥിരമാവുക, ഉറച്ചതാവുക എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം. ഇത് ഫൈദാ വജബത്ത് ജുനൂബുഹുമ. സൂറത്തുൽ ഹജ്ജില് ബലിമൃഗങ്ങളെക്കുറിച്ചും അറബുകളെക്കുറിച്ചും പറയുന്നിടത്ത് ഫൈദാ വജബത്ത് ജുനൂബുഹുമ, ഒട്ടകങ്ങളെ വരിയാക്കി നിർത്തി അതിനെ അറക്കുമ്പോ എന്താണ്? വജബത്ത്. അറുത്ത് കഴിഞ്ഞാൽ പിന്നെ വജബത്ത് ജുനൂബുഹുമ, ഒട്ടകങ്ങളുടെ വശങ്ങൾ, അതിന്റെ പാർശ്വങ്ങൾ വജബത്ത്, ഭൂമിയിലേക്ക് വീണ് അത് നിലത്ത് സ്ഥിരമായാൽ അതുവരെ നിൽക്കുന്ന മൃഗത്തെ കഴുത്തറുത്താൽ പിന്നെന്തായി? രക്തം പമ്പ് ചെയ്ത് അതാ രക്തം കുഴലറ്റാൻ കൂടി രക്തം ഓസുന്ന് ചാടും പോലെ അങ്ങനെ ചാടും രക്തം. അങ്ങനെ ചാടുന്നതോടുകൂടി എന്തായി? നിൽക്കുന്ന ഒട്ടകം അങ്ങനെ മറിഞ്ഞാടും. അപ്പോ വജബത്ത് നിൽക്കുന്ന സാധനം പിന്നെ എവിടെ സ്ഥിരമായി? ഭൂമിയിൽ സമത്ത.
ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആനിലും ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ട് നേരത്തെ വസ്ബിർ നഫ്സക മഅല്ലദീന യദൂന എന്ന് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതുപോലെ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഫകുലൂ മിൻഹാ വഅത്ഇമു, നിങ്ങൾ തിന്നുകയും തീറ്റിക്കുകയും ചെയ്യുക. അപ്പൊ ഈ അടിസ്ഥാനപരമായ അർത്ഥം വിശദീകരിക്കുന്നതിനാ നിർബന്ധമായി എന്നുള്ളത് അതിൽ വരികയാണ്. വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാവുക എന്നർത്ഥം കിട്ടുന്നത് ഈ പറഞ്ഞതിൽ നിന്നാണ്. അതെന്തായി? സ്ഥിരമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്, അതായത് നിർബന്ധമാകുന്നു. ഉദാഹരണത്തിന് നിസ്കാരം നിർബന്ധമായി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നാണോ? അല്ല, എപ്പോഴൊക്കെ ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സമയം നിശ്ചയിച്ച 5 സമയങ്ങൾ എത്തുന്നുണ്ടോ അപ്പോഴൊക്കെ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇനി എല്ലാ ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും, അത് സ്വതന്ത്രനായാലും അടിമയായാലും ആണായാലും പെണ്ണായാലും ധനികനായാലും ദരിദ്രനായാലും നേരത്തെ എണ്ണി പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ്. ഇനി അള്ളാഹുവിന്റെ കൽപ്പനകൾ പൊതുവിൽ അത് ആണിനും പെണ്ണിനും ബാധകമാകുന്നു. മിക്ക കൽപ്പനകളും അതിൽ നിന്ന് ഒഴിവുള്ളത് മാത്രം പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ് എന്ന് പറയുന്ന പ്രത്യേകമായ വല്ല തെളിവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ ഒക്കെ രണ്ടു കൂട്ടർക്കും ബാധകമാകുന്നു. ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞാൽ ഭാഷാപ്രയോഗമനുസരിച്ച് വിശ്വസിച്ച പുരുഷന്മാരെ എന്നാണ്. അല്ലദീന എന്നുള്ളത് ആണുങ്ങൾക്ക് ഉപയോഗിക്കുക. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു, പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്നല്ല. അങ്ങനെ പറഞ്ഞാൽ ആർക്കൊക്കെ ബാധകമായി? എല്ലാവർക്കും, ആണിനും പെണ്ണിനും ബാധകമാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അവിടെയൊക്കെ കുത്തിബ അലൈക്കും കും എന്നുള്ളത് ആണുപയോഗിക്കുന്നതാണ്, അല്ലദീന ആണിനുപയോഗിക്കുന്നതാണ്. അപ്പൊ നോമ്പ് ആണുങ്ങൾക്ക് മാത്രമേ നിർബന്ധാവൂ എന്നർത്ഥമല്ല. ആണിന്റെ പ്രയോഗത്തിൽ വന്നാലും കൽപ്പനകൾ ആണിനും പെണ്ണിനും ബാധകമാണ്. പിന്നെ അതിൽ നിന്ന് പെണ്ണ് ഒഴിവാകണമെങ്കിൽ എന്തു വേണം? പെണ്ണുങ്ങൾ അതിൽ ഒഴിവാണ് എന്ന് വേറെ പറയണം, ഒന്നുകിൽ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ. അല്ലെങ്കിൽ ഇക്കാര്യം പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് ഖുർആനോ ഹദീസ് പറയണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പൊതു ഉദ്ദേശം എന്താ? രണ്ടും ആണിനും പെണ്ണിനും ബാധകമാണ് എന്നതാണ്. അതായത് ഈ പറഞ്ഞ രണ്ടാലൊരു കാര്യം, പെണ്ണൊഴിവാണെന്നോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമാണെന്നോ പറയാത്ത മുഴുവൻ കൽപ്പനകളും ആണിനും പെണ്ണിനും ബാധകമാകുന്നു എന്ന് ഇവിടെ ശേഖ് ഉദാഹരണം പറയാം. പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കൽ അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ്. കാരണം എന്താ? സ്ത്രീകൾക്ക് നിർബന്ധമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. പിന്നെ ആ ചുട്ടുകരിക്കാൻ നബി ഉദ്ദേശിച്ചു എന്ന് പറയുന്ന വിഷയത്തിലും അവിടെ ആരാണ്? പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. പെണ്ണുകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ? സ്ത്രീകളെ ഒഴിവാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. ഖുർആൻ സൂറത്തുൽ ജുമുഅയിലായത്ത് ഇവിടെ കൊടുത്തിട്ടില്ല. വിശ്വസിച്ചവരെ, വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിൽ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ധൃതി കാണിക്കണം, ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ. അപ്പൊ പെണ്ണ് വിടുവോ? അപ്പറഞ്ഞതനുസരിച്ച് പെണ്ണും പള്ളിയിൽ പോയി നിർബന്ധമാണ് ജുമാക്ക്. പക്ഷെ പെണ്ണ് നിർബന്ധമല്ല എന്ന് എവിടെ വന്നു? ഹദീസിൽ നബി പറഞ്ഞിട്ടുണ്ട്. ജുമാ നിർബന്ധമല്ലാത്ത ആളുകളെ കുറിച്ച് എണ്ണിയെടുത്ത് കുട്ടികൾ, ആ കൂട്ടത്തിൽ ആരെ എണ്ണിയിട്ടുണ്ട്? സ്ത്രീകൾ, യാത്രക്കാർ. പിന്നെ ഒമേത്ര സിയാറത്തിൽ ഖുബൂർ, ഇനി ഖബർ സന്ദർശനം. അതിവിടെ ശൈഖ് പറയുന്നത് ഫൈനഹ ഖാസത്തുൻ ബിർരിജാൽ, ഖബർ സന്ദർശിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാകുന്നു എന്നാണ്. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇവിടെ ശൈഖിന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാമോ എന്നതിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് അൽബാനി സ്ത്രീകൾക്കുമാകാം ഫിത്നകളില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസ് വേറെ പല കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ജിഹാദ് എന്ന് പറയുന്നത് യുദ്ധം, ജിഹാദിന് പോവുക എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാകുന്നു. അതിൽ പെണ്ണുങ്ങൾ വിടൂല. അതിലും അതിന്റെ വിശദാംശത്തിലേക്ക് പോയാൽ ജിഹാദ് 2 തരമുണ്ട്. ഒന്ന് അങ്ങോട്ടൊന്ന് അറ്റാക്ക് ചെയ്യുക, രണ്ടാമത്തത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന പ്രതിരോധിക്കുക. രണ്ടും 2 ഹുക്കുമാണ്. അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ജിഹാദ് കൊലബാണ്. അങ്ങോട്ട് അന്വേഷിച്ചിട്ട് അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക. അത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? പുരുഷന്മാർക്ക് മാത്രമേ ബാധകമുള്ളൂ. ശത്രുക്കൾ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു,